കർത്താവിൽ പ്രിയരെ, എത്ര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ദിവസത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ വെള്ളിയാഴ്ച ഓരോ കാര്യങ്ങളിലും കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരാണോ? അതെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. നമ്മുടെ ജീവൻ്റെ മന്ന ഒരുക്കി തരുന്നവൻ, ജീവനെ തരുന്നവൻ. ആര് നിന്നെ റിജക്റ്റ് ചെയ്താലും, എത്ര റിജക്ഷൻ അനുഭവിച്ചാലും നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല കർത്താവുണ്ടെന്ന് പറയുവാൻ ഈ പ്രഭാതത്തിൽ, ഈ ദിവസം, ഈ വെള്ളിയാഴ്ച നമുക്ക് ഒരുമിച്ച് ഈ വചനം കേൾക്കുമ്പോൾ, ഒരുപക്ഷെ നിങ്ങൾ ഈവനിങ് ആയിരിക്കും കേൾക്കുന്നത്, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ആയിരിക്കും. എല്ലാ ദിവസവും രാവിലെ 5 മണിക്കാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. സോ എല്ലാ ദിവസത്തെയും ടുഡേയ്സ് ബ്ലെസ്സിങ് വേർഡ് എന്ന ഈ പ്രോഗ്രാം നിങ്ങൾ കാണണം. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി കർത്താവ് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുവാൻ കർത്താവിനെ സഹായിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒത്തിരി ആവശ്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും എഴുന്നേറ്റേ, അല്ലേ? എല്ലാവരും എഴുന്നേക്കുന്നത് അങ്ങനെയാണ്. ഇന്നതൊക്കെ ചെയ്യണം എന്നൊക്കെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് എഴുന്നേറ്റ്. എന്നാൽ ഞാൻ ചുമ്മാ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീട്ടിലൊരാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? നമ്മൾ ആ സൂപ്പർ മാർക്കറ്റിൽ പോകും. അവിടെ പോയി വാങ്ങേണ്ടതെല്ലാം വാങ്ങിച്ച് വീട്ടിൽ വേണ്ടിയെല്ലാം റെഡിയാക്കും. അപ്പം പെട്ടെന്നാണ് ഒരു ന്യൂസ് കേൾക്കുന്നത്, സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ എല്ലാം സൗജന്യമായിട്ട് ലഭിക്കും. അപ്പം നമ്മളെന്ത് ചെയ്യും? ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, പിന്നെ ഞാൻ വണ്ടി എടുക്കും, ചാക്ക് വല്ലതുകൊണ്ട് എടുക്കും, പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ടോ എല്ലാവരെയായിട്ട് ഒരുമിച്ച് പോകും. കാരണം എല്ലാം ഫ്രീ അല്ലേ. അവിടെ ചെന്ന് എല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ട് പോരാ. പ്രിയമുള്ളവരെ, നമുക്ക് അത്രയും സന്തോഷമാണ് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് കേൾക്കുമ്പോൾ. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള സുവിശേഷം, യേശുവിൽ എല്ലാം സൗജന്യമാണ്. യേശുവിൽ എല്ലാം സൗജന്യമാണ്. ഒന്നിനും നിങ്ങൾ സാമ്പത്തികം മുടക്കണ്ട, നേർച്ച വേണ്ട, മറ്റൊന്നും വേണ്ട. വിശ്വാസമാണ് അടിസ്ഥാനം. അകത്ത് കർത്താവ് എനിക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് അടിയേറ്റു മുറിവേറ്റു എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ആ തീർന്ന അവസ്ഥയ്ക്കകത്ത് ജീവൻ വരാൻ തുടങ്ങും. നമുക്കറിയാം, ദൈവവചനത്തിൽ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പം അവർ ചെങ്കടൽ 2 കണ്ടു, വലിയ അത്ഭുതങ്ങളൊക്കെ കണ്ടു. പക്ഷേ മരുഭൂമിയിൽ അവർക്ക് വിശന്നപ്പം ദൈവം അവർക്ക് വേണ്ടി മന്ന ഒരുക്കി. ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ പേരോടും പറയാം, നിൻ്റെ വിശപ്പും ദാഹവും ഒക്കെ അറിയുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ടെന്നേ. ഏത് സാഹചര്യത്തിലും നിനക്ക് വേണ്ടി കർത്താവ് ഭൂമിയിലുള്ളതല്ല. നോക്കിക്കേ, മോശയാണ് അവരുടെ മുമ്പിൽ നിന്ന്. മോശയാണോ അവർക്ക് മന്ന കൊടുത്തത്? അല്ല, ദൈവം സ്വർഗത്തിലെ ദൈവം സ്വർഗം തുറന്നവർക്ക് മന്ന ആവശ്യത്തിന് കൊടുത്തു. ദൈവമാണ് അവർക്ക് മന്ന കൊടുത്തത്. എത്ര നാളാ? 40 വർഷം അവർക്ക് മന്ന കൊടുത്തു. ദൈവം സ്വർഗത്തിൽ നിന്ന് മന്ന അവർക്ക് കൊടുത്തു. അപ്പം എന്നെ കേൾക്കുന്ന മുഴുവൻ പേര് പറയാം, നമ്മളിത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുകയില്ല. ഒരു കാരണവശാലും ഒരു വ്യക്തിയുടെ മുമ്പിൽ കൈ നീട്ടാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. നിന്നെ നടത്താമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഇത് കേൾക്കുന്ന മുഴുവൻ പേരെക്കുറിച്ചുള്ള വാഗ്ദത്തമാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഒരു കുഴപ്പമില്ല. എവിടാ മരുഭൂമിയിൽ സാധ്യതയിരിക്കുന്നത്? മന്ന എവിടെ നിന്ന് വരാനാ? പക്ഷേ ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സ്വർഗമുണ്ട്. ഇന്ന് ഈ വെള്ളിയാഴ്ച ഒന്ന് വിശ്വസിച്ച് കണ്ടേ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സ്വർഗമുണ്ട്, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ സ്വർഗമുണ്ട്. ഒന്ന് വിശ്വസിക്കുമ്പം, പറയുമ്പോൾ ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. കർത്താവായ യേശു പറഞ്ഞൊരു വാക്കാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 32-ാം വാക്യം. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ. മൈ ഫാദർ. എത്ര ധൈര്യമായിട്ടാണ് പറയുന്നത്. എൻ്റെ പിതാവാണ് തന്നത്. പറഞ്ഞേ, മൈ ഫാദർ. നാട്ടുകാർക്ക് എൻ്റെ വിഷയം ഒരു പ്രശ്നമല്ലായിരിക്കും. ബട്ട് എനിക്കൊരു ഫാദറുണ്ട്, എനിക്കൊരു അപ്പനുണ്ട്. കൂടെ നടക്കാമെന്ന് പറഞ്ഞ ആൾക്കും, കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർക്കും എൻ്റെ കാര്യത്തിൽ കൺസേൺ കാണത്തില്ല. പക്ഷേ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആമേൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശു പറയാ, മൈ ഫാദർ, എൻ്റെ പിതാവത്രേ. അതാ എൻ്റെ ബോൾഡ്നെസ്. ഇന്ന് പ്രിയമുള്ളവരെ, ആ അപ്പൻ നമുക്ക് വേണ്ടിയുണ്ട്.
അബ്ബ പിതാവേ എന്ന് വിളിക്കുവാനുള്ള സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ അകത്ത് തന്നെങ്കിൽ ധൈര്യമായിട്ട് മൈ ഫാദർ എന്ന് വിളിക്കുവാൻ ഒരു സാധ്യതയില്ലേ? അവൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ, ഇന്നത്തെ ദിവസം മുമ്പോട്ട് പോകുമ്പോൾ അവൻ പ്രയാസപ്പെട്ടിരിക്കുകയാണോ? ഒത്തിരി കരഞ്ഞ അവസ്ഥയാണോ? കരയണ്ട. ആമേൻ. എൻ്റെ പിതാവ് പറഞ്ഞ് മൈ ഫാദർ, എൻ്റെ പിതാവ്. ആമേൻ. ആമേൻ. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോകുമ്പോൾ മോശയ്ക്ക് ഒരിക്കലും അവരെ തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. മനുഷ്യന് ഒരിക്കലും ഒരു വ്യക്തിയെയും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ ദൈവം സ്വർഗത്തിൽ നിന്ന് മന്ന 40 വർഷം ആമേൻ കൊടുത്തെങ്കിൽ, 40 വർഷം കൊടുത്തെങ്കിൽ, ഇന്ന് ഇത് കേൾക്കുന്ന മുഴുവൻ പേരും പറയാം, നിൻ്റെ ഭാവി, നിൻ്റെ ജീവിതം, ആമേൻ, മക്കൾ നോക്കാനില്ല, അല്ലെങ്കിൽ എനിക്ക് നല്ല ജോലിയില്ല, വരുമാനമില്ല എന്ന് പറയുന്നവരോട് ഞാൻ പറയാം, ആമേൻ, ചില അത്ഭുത വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. ഏറ്റവും നീ അർഹിക്കാത്ത ചില സ്ഥാനങ്ങളിൽ ദൈവം നിന്നെ ഉയർത്താൻ പോവുക. നീ അർഹിക്കാത്ത ആമേൻ ജോലി, ആമേൻ, ദൈവം നിനക്ക് തരാൻ പോവുക. നിൻ്റെ തലമുറ നിന്നെ നോക്കി പരിഹസിച്ചോ, നിന്നെ മാറ്റി നിർത്തിയോ? ഇല്ല, ദൈവം നിന്നെ മാനിക്കാൻ പോവുക. അടുത്ത വാക്യം കഴിഞ്ഞാൽ അടുത്ത 35-ാം വാക്യം വരുമ്പം പറയുകയാണ്, യേശു അവരോട്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവർക്ക് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു നാളും ദാഹിക്കുകയില്ല. 2 കാര്യങ്ങളാണ്. ഒന്ന്, അവൻ്റെ അടുക്കലേക്ക് നമുക്ക് ചെല്ലാം. 2, നമുക്കതൊന്ന് വിശ്വസിക്കാം, എനിക്ക് വേണ്ടി കർത്താവുണ്ടെന്ന്. അതെ, ഇന്ന് ഈ ദിവസം ഒന്ന് വിശ്വസിച്ച് ദൈവപ്രവൃത്തി ഈ ജൂലൈ മാസം, ഈ അവസാനത്തെ ദിവസം, ആമേൻ, ദൈവം ഇത്രത്തോളം നടത്തിയില്ലേ? ദൈവം വിശ്വസ്തനല്ലേ? ഇനിയും നിന്നെ അത്ഭുതത്തോടെ അടുത്ത ആമേൻ 5 മാസം നീ ചിന്തിക്കാത്തതുപോലെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ നിൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത നന്മ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കാൻ പോവുക. ആമേൻ. യേശു പറയാം, എൻ്റെ അടുക്കൽ വരുന്നവർ ഇനി വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഇനി ദാഹിക്കുകയില്ല. അതെ, ഈ ലോകത്തിൽ ദാഹവും വിശപ്പും ഒക്കെ ഉണ്ട്, പക്ഷേ ഇല്ല, ആമേൻ, നിനക്ക് വേണ്ടത്, ആമേൻ, എന്നേക്കുമുള്ളത്, നിത്യമായത് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം. തുടർന്ന് 37-ാം വാക്യം വരുമ്പം പറയാണ്, ആമേൻ, ഇൻ ഹിം ദോസ് ഹു ബിലീവ് ഇൻ ഹിം, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. റിജക്റ്റ് ചെയ്യാത്ത, ആമേൻ, റിജക്റ്റ് ചെയ്യാത്ത. ഐ ആം ഗിവിങ് യു ലൈഫ്, നോട്ട് റിജക്ഷൻ. ആമേൻ, നിന്നെ റിജക്റ്റ് ചെയ്യത്തില്ല, തള്ളിക്കളയത്തില്ല. നിനക്ക് ജീവൻ തരാൻ, നിന്നെ നോക്കി നിന്നിച്ചവരുടെയൊക്കെ മധ്യത്തിൽ നിന്നെ ദൈവം ഉയർത്തി നടത്തും. ആരും അസൂയപ്പെടുന്നത് പോലെ ദൈവം നിന്നെ മാനിച്ച് നടത്തും. ഇന്നത് കേൾക്കുന്ന നീ, ആമേൻ, എല്ലാവരാലും തള്ളപ്പെട്ട അവസ്ഥയിലാണോ? റിജക്റ്റ് ചെയ്ത അവസ്ഥയിലാണോ? ഇനി എങ്ങനെയെന്ന് ആലോചിച്ചിരിക്കുകയാണോ? ദ റിയൽ ലൈഫ്, റിയൽ ജീവൻ തരുന്ന, ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, ആമേൻ, ഹീ ഈസ് റെഡി ടു ഗീവ് യു ലൈഫ്. ആമേൻ, ആമേൻ, നിന്നെ ജീവൻ കൊണ്ട് നിറയ്ക്കാൻ, നിത്യജീവൻ കൊണ്ട് നിറയ്ക്കാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ആര് റിജക്റ്റ് ചെയ്താലും റിജക്റ്റ് ചെയ്യാത്ത കർത്താവ്, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ അടുക്കൽ വരുന്നവർക്ക്, ആമേൻ, വിശക്കുകയില്ല, അങ്ങിൽ വിശ്വസിക്കുന്നവർക്ക് ദാഹിക്കുകയില്ലല്ലോ. കർത്താവെ, ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അപ്പോൾ അവരുടെ ജീവിതം കർത്താവിനായി സമർപ്പിച്ച്, യേശുവേ, ആമേൻ, ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ, എൻ്റെ പിതാവ്, ആമേൻ, എൻ്റെ പിതാവ് എന്നെ നടത്താൻ മതിയായവനാണ്, അവൻ എന്നെ തള്ളിക്കളയത്തില്ല എന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ കർത്താവേ, ആമേൻ, ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഞാൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ ദൈവം എന്നെ നടത്താൻ മതിയായവനാ. ആരെന്നെ തള്ളിയാലും തള്ളാത്തൊരു കർത്താവ് എനിക്ക് വേണ്ടിയുണ്ട്. താങ്ക് യു ജീസസ്. നന്ദി യേശുവേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ആത്മഹത്യയുടെ വക്കിലിരിക്കുന്നവരുണ്ട്. ഇല്ല, നീ ആത്മഹത്യ ചെയ്യാനല്ല ദൈവം വിളിച്ചിരിക്കുന്നേ. നീ തകർന്നെടുത്തുനിന്ന് ദൈവം നിന്നെ ഉയർത്താൻ പോവുക. ആമേൻ. ആർക്കുമില്ലാത്ത നന്മ നിൻ്റെ ജീവിതത്തിൽ കർത്താവ് തരാൻ പോവുക. ആരും അനുഭവിക്കാത്ത സന്തോഷം നീ അനുഭവിക്കാൻ പോവുക. ആ യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മതിയായവനാ. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേക്കാം. വലിയൊരു ദൈവ പ്രവൃത്തിയുടെ, വലിയൊരു അത്ഭുതത്തിൻ്റെ ദിവസമാക്കി കർത്താവ് നിന്നെ മാറ്റാൻ പോവുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ, ആമേൻ, ഇന്ന് വരെ നിങ്ങൾ അനുഭവിക്കാത്ത സന്തോഷം, ആമേൻ, ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, പ്രിയമുള്ളവർ, മറ്റുള്ളവർക്ക്, ആമേൻ, ഇത് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. കമൻറ്റുകളിടാം. ആമേൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ, ആമേൻ, ടുഡേയ്സ് ബ്ലെസ്സിങ് വേർഡ് എന്ന ഈ പ്രോഗ്രാം അനുഗ്രഹമാണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളെ അറിയിക്കുക. ഗോഡ് ബ്ലെസ് യു. നാളെയും പ്രഭാതത്തിൽ കാണാം. എല്ലാ ദിവസവും രാവിലെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, ടുഡേയ്സ് ബ്ലെസ്സിങ് വേർഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ, ആമേൻ, ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ലഭിക്കും. നാളെ പ്രഭാതത്തിൽ വീണ്ടും രാവിലെ 5 മണിക്ക് നാളത്തേക്ക് വേണ്ടിയുള്ള സന്ദേശം കർത്താവ് നമുക്ക് വേണ്ടി തരും. അത് നമുക്ക് കേൾക്കാം.
കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു.